ഹായ് ഗായ്സ്, ലൈഫ് ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സുഖം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്രീൻ പീസ് കൊണ്ട് ഒരു കറി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാ. അപ്പം ഞാൻ അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഏലക്കായി, പട്ട, ഗ്രാമ്പൂ, ചെറിയ ജീരകം, വലിയ ജീരകം ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പം നമുക്കൊന്ന് വറുത്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക്, മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ അതിടുക, ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. നല്ല അങ്ങോട്ട് മുരിഞ്ഞ് വറുത്തെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇതില്ലേ നനവൊന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് ഇനി അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അത് നന്നായിട്ട് അതിൻ്റെ പച്ചക്കൊത്തലിൻ്റെ സ്മെല്ലിൽ, പൊടികളുടെ സ്മെല്ലൊക്കെ മാറുന്ന പോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നതിന് ശേഷം കുറച്ച് ചെറിയുള്ളിയും സവാളയും തക്കാളിയും പച്ചമുളകും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ തേങ്ങയൊക്കെ വറുത്ത് വെക്കണം. ആദ്യം അത് സെറ്റാക്കിയതിന് ശേഷം ഇത് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അത് ചൂടാറും അപ്പോൾ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൊക്കെ എടുത്തിട്ട് ഒന്നങ്ങോട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണുണ്ട്. നന്നായി ഉടയൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്നങ്ങോട്ട് വഴറ്റി വന്നാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ തേങ്ങയൊക്കെ ചൂടാറിയിട്ട് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. നമ്മളത് തേങ്ങക്കഥ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനത് നമ്മളെ ഉള്ളി തക്കാളിയുള്ള ഇതിലേക്ക് ഞാൻ അരച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ പച്ച കുത്തലൊക്കെ ഒന്ന് മാറുന്നത് വരേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളിതുപോലെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പത്തിരിക്കായാലും ദോശയൊക്കെയായാലും ഓട്ടടയൊക്കെ ആയാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നൂൽപ്പെട്ടൊക്കെ ടേസ്റ്റ് ആയിട്ട് നിങ്ങളൊന്നും ഒരു പ്രാവശ്യം ഉണ്ടാക്കി. ഞാൻ തക്കാളി ഒന്ന് ജസ്റ്റ് കയ്യിലോണ്ടൊന്നും ഇങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളെ ഇതിലേക്ക് ഗ്രീൻ പീസ് ഇല്ലേ, നമ്മൾ തലേന്ന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഗ്രീൻ പീസ്. ഏകദേശം ഒരു 300 ഗ്രാം ഗ്രീൻ പീസ് ഉണ്ടാവും കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയും എല്ലതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ മിക്സി ജാറിൽ തന്നെ വെള്ളം എടുത്തത്, ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചെടുത്തേക്കണം. ഇനി ഉപ്പുണ്ടാവും നോക്കുക, ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നോക്കിയപ്പോൾ ഉപ്പ് കുറവായപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിന് കേട്ടോ. ഇനി നമുക്കത് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 3-4 വിസിൽ ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ എന്താ ഞാൻ കുക്കറൊക്കെ വിസിലൊക്കെ പോയിൻ്റെ ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ട് വന്നിട്ട് നല്ല തിക്നെസ്സോട് കൂടി തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി കേട്ടോ. മസ്റ്റ് ട്രൈ ആണേ. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി. നല്ല രസമുണ്ട് കേട്ടോ ഈ കറി. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കി. അപ്പം നിങ്ങൾ ഗ്രീൻ പീസൊക്കെ കിട്ടുമ്പോൾ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സൂപ്പർ ടേസ്റ്റാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ വരാം. ബൈ. അസ്സലാമു അലൈക്കും.